അപ്പോൾ എല്ലാവർക്കും സിംപ്ലി ശ്രീ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ടൊരു പാൽപ്പായസം ഉണ്ടാക്കിയാലോ. പാൽപ്പായസം സിമ്പിളായിട്ട് ഉണ്ടാക്കാന്ന് പറയുമ്പോൾ ഏറ്റവും അധികം നമുക്ക് ഓടിത്തെന്താ സേമിയ പായസം അല്ലേ. ഒട്ടുമിക്ക ആളുകൾക്കും ഇഷ്ടമായിരിക്കും സേമിയ പായസം അല്ലേ. അപ്പോൾ നമ്മളിതാ ഒരു ഇൻഡക്ഷൻ കുക്കറിൽ കറണ്ടടുപ്പിൽ ഒരു സ്റ്റീൽ പാത്രം വെച്ച് അതിലേക്ക് പാലൊഴിച്ചു. പിന്നെ അത് തിളയ്ക്കണ നേരം ആ നേരം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത് തന്നെ ഒരു സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ചിട്ട് അതിൽ നമുക്ക് നെയ്യ് ഒഴിച്ചിട്ട് സേമിയ വറുത്തെടുക്കാം അല്ലേ. ഇപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് വറുത്ത സേമിയ ആണെങ്കിൽ പോലും നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന ഇതുപോലെ ഒരു പാനിൽ നമ്മൾ നെയ്യൊക്കെ ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുത്താൽ ചൂടാക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഒന്ന് നമുക്ക് ഇളക്കുമ്പോൾ തന്നെ അതൊന്ന് ചൂടായോ എന്നുള്ളത് അറിയാൻ പറ്റും. രണ്ടാമത് നല്ലൊരു സ്മെല്ല് വരും നമുക്ക്. ആ ഒരു സമയത്ത് വല്ലാണ്ട് മൂത്ത് നിറം വല്ലാണ്ട് കരിഞ്ഞു പോകാണ്ട് നമ്മൾ ആ നല്ല സ്മെല്ല് വരുന്ന സമയത്ത് നമ്മളൊന്ന് ഓഫാക്കിയിട്ട് വെക്കാം. ഓക്കെ, നമ്മൾ ഈ വറുത്തത് കടയിൽ നിന്ന് വറുത്ത് ഒന്ന് പറഞ്ഞ് മേടിക്കുന്ന സേമിയാണെങ്കിൽ പോലും നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് ഒന്നും കൂടി വറുത്താലാണ് ആ പായസത്തിന് ഒന്നും കൂടി സ്വാദ് കിട്ടുക. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു പാല് അതുപോലെ തന്നെ പാലൊഴിക്കുമ്പോൾ പാല് തിളപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാലൊഴിച്ചിട്ട് തോനെ വെള്ളം ഒഴിക്കണ്ട. ആ ഒരു പാല് തന്നെ ഒരു പാക്കറ്റിലെ പാല് തന്നെ മതി. ആ ഒരു കട്ടിക്ക് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഒന്നും കൂടി രസം ഉണ്ടാകും നമ്മുടെ സേമിയ പായസം. അങ്ങനെ ഇതാ നമ്മൾ ഇൻഡക്ഷൻ കുക്കറിൽ വെച്ചാൽ സേമിയ പായസത്തിനായിട്ടുള്ള പാല് തിളച്ചു. അത് നല്ല തിളച്ച് വരുന്ന സമയത്ത് നമ്മളിതാ ഈ സേമിയ വറുത്തെടുത്ത സേമിയ അതിലേക്ക് ഇടുക. വളരെ സിമ്പിളാണ് ഈ ഒരു പായസം ഉണ്ടാക്കാനായിട്ട്. അത് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ വേണ്ടൂ. അപ്പോൾ നമ്മളിതാ ആ വറുത്ത സേമിയോ തിളച്ച പാലിലേക്ക് ഇട്ടിട്ട് അത് നല്ലപോലെ തിളയ്ക്കുമ്പോൾ നമ്മൾ ആ സേമിയ എടുത്ത് നോക്കുക, വെന്തു. നമുക്ക് ഞെക്കി നോക്കിയാൽ അറിയാലോ വെന്തു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ പാലിൽ പഞ്ചസാര ആഡ് ചെയ്തത്. അപ്പോൾ സേമിയ വെവിലാന്നൊക്കെയാണ് പറയണത്. അപ്പോൾ നമ്മളിങ്ങനെ ഇതാ ഈ ഒരു സമയത്ത് പഞ്ചസാര ആഡ് ചെയ്തു. പിന്നെ നമ്മൾ ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഒരു ലേശം ഉപ്പ്. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ഞാൻ അതിൽ കിട്ടുന്നുണ്ട്. 1/4 ടീസ്പൂണിലും കുറവ് അതിൽ കിട്ടുന്നുണ്ട്. അതായത് മധുരത്തിനെ ബാലൻസ് ചെയ്യാനും ഒന്നുകൂടി ടേസ്റ്റ് കിട്ടാനും വളരെ നല്ലത് അത്. എന്നിട്ട് അതൊക്കെ ഇട്ട് നല്ല തിളച്ച് വരുമ്പോൾ എന്ത് വേണം, നമ്മൾ 4-5 ഏലക്കായ പൊടിച്ചിട്ട് അതിലേക്ക് ചേർക്കുക. അത് മിക്സിയിൽ നമുക്ക് പഞ്ചസാരയോടൊപ്പം ഇട്ട് പൊടിക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്. പക്ഷെ ഇത് മതി എന്നുള്ള ലെവലിൽ പൊടിച്ചത് അതിലിട്ടു. അതിട്ടിട്ട് നല്ലപോലെ തിളച്ച് നമുക്കറിയാലോ ഒന്ന് വെച്ച് ഒരു പായസത്തിൻ്റെ ഭാഗമാകുമ്പോൾ അതാ നെയ്യ് ചൂടാക്കിയിട്ട് അതിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് അതിലേക്ക് ഇട്ടാൽ മതി. വളരെ ടേസ്റ്റാണ് ഈ ഒരു പായസത്തിന്. മാത്രമല്ല വല്ലാണ്ട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. പാലും സേമിയയും പഞ്ചസാരയും കുറച്ച് നെയ്യും അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ തന്നെ ഏലക്കായ ഉണ്ടെങ്കിൽ വളരെ രസമായിട്ട് നമുക്കൊരു പായസം വളരെ വേഗത്തിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. തന്നെ നമുക്ക് 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെയാണോ ഉണ്ടാക്കാറെന്നുള്ളതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കി നോക്കാം. ഇങ്ങനെ അല്ല എന്നുള്ളതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കാം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക.